Today I am going to discuss about the poem Relativity by Sarah Howe. So as an introduction, റിലേറ്റിവിറ്റി എന്ന് പറയുന്ന പോയം സാറ ഹൗ എഴുതിയതാണ്. ഈ ഒരു പോയത്തിനകത്ത് ഒരുപാട് തീംസ് കടന്നു പോകുന്നുണ്ട്. മെയിനായിട്ടും ടൈം, മെമ്മറി, മദർഹുഡ്, നേച്ചർ ഓഫ് പെർസെപ്ഷൻ, പെർട്ടിക്കുലർലി ത്രൂ ദ ലെൻസ് ഓഫ് സയൻസ് ആൻഡ് ഐൻസ്റ്റീൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി. സോ മെയിനായിട്ടും ഈ ഒരു പോയത്തിനകത്ത് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി വെച്ചിട്ടാണ് പോയം ആസ് എ ഹോൾ ഉള്ളത്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ടൈമുമായിട്ട് കണക്ട് ചെയ്യാം. ടൈം ഓരോ ആൾക്കാർക്കും എങ്ങനെയാണ് ടൈം പോകുന്നത്, അതായത് ടൈം എന്ന് പറയുന്നത് ചില സമയത്ത് ഓരോരുത്തർക്ക് സ്ലോ ആയിട്ട് തോന്നും, ചില സമയത്ത് ഫാസ്റ്റായിട്ട് പോകുന്നതായിട്ട് തോന്നും. ഒരു എക്സാമ്പിളാണ്, ഇപ്പോൾ ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് അവിടെ ചിലവഴിക്കുന്ന ആ ഒരു സമയം അത് ചില സമയത്ത് സ്ലോ ആയിരിക്കും പഠിക്കുന്നൊക്കെ സമയത്ത്. ഓക്കെ, അതിനുശേഷം ഒരു വലുതായതിന് ശേഷം ഒരു ബിസി വർക്ക് ലൈഫിലേക്ക് പോകുമ്പോൾ അവിടെ ടൈം ഫാസ്റ്റായിട്ട് പോകുന്ന പോലെ തോന്നും. സോ ഈ ഒരു പോയം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് റിനൗണ്ട് ഫിസിസിസ്റ്റായ സ്റ്റീഫൻ ഹോക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഫോർ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പോയത്തിൻ്റെ ബിഗിനിങ്ങിൽ കാണാം. ഇറ്റ് യൂസസ് ദ ഐഡിയ ഫ്രം ദ സയൻസ് കോൾഡ് ഐൻസ്റ്റീൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി വെച്ചിട്ടാണ് ഈ ഒരു പോയം ആസ് എ ഹോൾ ഉള്ളത്. സോ മെയിനായിട്ടും പറയുന്നത് ടൈം ക്യാൻ സ്ലോ ഡൗൺ ഡിപ്പെൻഡിങ് ഓൺ സർട്ടൈൻ തിങ്സ് ലൈക്ക് സ്പീഡ് ഓർ ഗ്രാവിറ്റി. അപ്പോൾ അത് ബെസ്റ്റായിട്ട് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ എടുത്തിടുന്നത് ഒരു വെൻ യു ആർ വിത്ത് എ ബേബി, ഒരു സ്മോൾ ബേബിയുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത് സമയം എന്ന് പറയുന്നത് സ്ട്രേഞ്ചായിട്ട് ബിഹേവ് ചെയ്യും. ചില സമയത്ത് ഫാസ്റ്റ് ആയിരിക്കും, ചില സമയത്ത് അത് സ്ലോ ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ ഇവിടെ സയൻസിന് നമ്മളുടെ ഒരു ഇമോഷൻസ്, നമ്മളുടെ സിറ്റുവേഷൻസ് അതുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പോയം ആസ് എ ഹോൾ ഉള്ളത്. നമുക്ക് ഡീറ്റെയിൽ സമ്മറിയിലേക്ക് പോവാം, ലൈൻ ബൈ ലൈൻ നോക്കാം. When we wake up brushed by panic in the dark, our pupil grope for the shape of things we know. അപ്പോൾ ഈ ലൈനിൽ മെയിനായിട്ടും പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഭയങ്കര ഇരുട്ടിൽ ആണ് എഴുന്നേൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ തോന്നുക, പേടി തോന്നും, പേടിയും കൺഫ്യൂഷൻസും ഒക്കെ തോന്നും. അപ്പോൾ നമ്മളുടെ ഇവിടെ പ്യൂപ്പിൾസ് എന്ന് ഉദ്ദേശിക്കുന്ന കണ്ണുകളാണ്, കണ്ണിൻ്റെ കൃഷ്ണമണികൾ. ഡാർക്കിലാണെങ്കിലും ഇങ്ങനെ നമ്മൾ തിരയും. എന്താ തിരയുന്നത്? നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കാണാൻ കഴിയുന്നുണ്ടോ? ആ ഫെമിലിയർ തിങ്ങിനെ നമ്മൾ തിരയുന്നത് ടു ഫീൽ സേഫാണ്. ഓക്കെ, അപ്പം നമ്മളുടെ മൈൻഡിനെ കാമാക്കാനായിട്ട് ബോഡി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ സെർച്ചിങ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ പാനിക്കിലാണെന്ന് നമ്മളുടെ മൈൻഡിന് അറിയാം. അപ്പോൾ എന്താണ്, സ്റ്റിൽ ഡാർക്ക് ആണെങ്കിൽ കൂടി നമ്മളിങ്ങനെ എവിടെയെങ്കിലും ലൈറ്റ് ഉണ്ടോ, എവിടെയെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള എന്തെങ്കിലും തിങ്സ് ഓർ ഒബ്ജക്ട്സ് ഓർ പേഴ്സൺ ഉണ്ടോ എന്ന് നമ്മൾ തിരയും. When this happens, our eyes try to adjust to the darkness and to look for familiar shapes or objects around us to feel safe. അപ്പോൾ ആ ഒരു ഡാർക്ക്നെസ്സിൽ അഡ്ജസ്റ്റഡ് ആകാനായിട്ട് ഐസ് നോക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ ലൈറ്റ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന രീതിയിലൊരു സെർച്ചും കൂടെ ഐസ് നടത്തലുണ്ട്. ഓക്കെ, അടുത്ത ലൈനിൽ പറയുന്നത് ഫോട്ടോൺസ് ലൂസ്ഡ് ഫ്രം സ്ലിറ്റ്സ് ലൈക്ക് ഗ്രേ ഹൗണ്ട്സ് at the track reveal light's doubleness in their cast shadows. These lines refers to the famous physics experiment called double slit experiment, SLIT ആണ്, which shows that light behaves both like a particle and wave. ഫിസിക്സിൽ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ രണ്ടാമതായിട്ട് പറയുന്നത്, അതായത് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റോ അതർ പാർട്ടിക്കിൾസോ ഒക്കെ സ്ട്രേഞ്ച് ബിഹേവിയർ കാണിക്കുന്നത്, അതായത് സാധാരണ അതെങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് ലൈറ്റ് പാർട്ടിക്കിൾസിനാണ് ഫോട്ടോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ലൈറ്റ് പാർട്ടിക്കിൾ ഓർ ഫോട്ടോൺസ് ആർ ഷോട്ട് ത്രൂ നാരോ ഓപ്പണിങ്സ്. ഓക്കെ, അപ്പോൾ ചെറിയ ഹോൾ ഇട്ടിട്ട് അതിലൂടെ ലൈറ്റ് കടത്തി വിടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്?
വെരി ഫാസ്റ്റ് ലൈക്ക് റേസിംഗ് ഡോഗ്സ് അല്ലെങ്കിൽ ഗ്രേ ഹോൺസ് ബേസ്റ്റിംഗ് ഔട്ട് ഓഫ് ദ ഗേറ്റ്. ഇവിടെ ഗ്രേ ഹോൺസ് എന്ന് കൊടുത്തിട്ടുള്ളത് ഈ വേട്ടപ്പട്ടികളുണ്ടല്ലോ, ഗ്രേ ഹോൺസ്, അതായത് ഒരു എന്താണ് വേട്ടയ്ക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ റേസിങ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹൗണ്ട് എന്ന് പറയുന്ന ഡോഗ്, അതാണ്. അപ്പോൾ ഇവിടെ ആ ഡോഗിൻ്റെ സ്പീഡാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലൈറ്റ് പാർട്ടിക്കിൾസ്, അതായത് ഫോട്ടോൺസ് എന്താണ് ഒരു നാരോ ഓപ്പണിങ്ങിലൂടെ ഇങ്ങനെ ലൈറ്റ് കടത്തി വിടുമ്പോൾ അത്രയ്ക്കും സ്പീഡാണെന്നാണ് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ദീസ് ഗ്രേ ഹൗണ്ട്സ്, ഒരു ഗേറ്റിൻ്റെ പുറത്തേക്ക് ഓടിപ്പോകുന്ന ആ ഒരു പെർട്ടിക്കുലർ ഹൗണ്ടിൻ്റെ സ്പീഡ്, ഓക്കെ, അതുമായിട്ട് കമ്പയർ ചെയ്യാണ്. വെൻ ദീസ് ഫോട്ടോൺസ് ഹിറ്റ് എ സർഫേസ്, അപ്പം ആ ലൈറ്റ് ഒരു പ്രതലത്തിൽ പോയിട്ട് ഹിറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു ഷാഡോ പാറ്റേൺ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ദേ ക്രിയേറ്റ് എ ഷാഡോ പാറ്റേൺ ദാറ്റ് ഷോസ് ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് വേവ് ബിഹേവിയർ സംതിങ് സ്ട്രേഞ്ച് ആൻഡ് സർപ്രൈസിങ്. അപ്പോൾ ആ ഒരു പാർട്ടിക്കിളിൻ്റെയും വേവിൻ്റെയും ബിഹേവിയർ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ ഒരു പ്രതലത്തിൽ ചെന്നടിക്കുമ്പോൾ അവിടെ ഒരു നിഴൽ പോലെ നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ അത് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ബിഹേവിയറാണ് അവിടെ സംഭവിക്കുന്നത്. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അവിടെ വേറൊരു രൂപം പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത ലൈനിൽ പറയുന്നത് ദാറ്റ് സ്ട്രൈപ്പ് എ ഡിംഡ് ലാപ്സ് വാൾ പാർട്ടിക്കിൾസ് നോ മോർ ആൻഡ് വിത്ത് എ വേവ് ബിഡ് ഓൾ സർട്ടനിറ്റീസ് ഗുഡ് ബൈ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ എക്സ്പെരിമെൻ്റ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു വേവ് പാറ്റേൺ, വോളിൽ ക്രിയേറ്റ് ചെയ്ത ഒരു പാറ്റേൺ വന്നു എന്ന് പറയുന്നു. അത് അതിൻ്റെ ഒറിജിനൽ പാർട്ടിക്കിളും ആയിട്ട് റിലേറ്റഡ് അല്ലാത്തതുപോലെ, അതായത് ഒരു വേരിയൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ് ഇപ്പോൾ അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ലൈറ്റ് എല്ലായ്പ്പോഴും ഒരേ റൂൾസ് അതല്ല ഫോളോ ചെയ്യുന്നത്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അതിൻ്റെ സ്പീഡ് അനുസരിച്ച് ഓക്കെ അതിൻ്റെ ബിഹേവിയറും മാറിക്കൊണ്ടിരിക്കും എന്നതാണ്. ഓക്കെ, it makes us realize that we can't be certain about how things work anymore. ഒപ്പം ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ വർക്കിംഗ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ പ്രെഡിക്റ്റബിൾ എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. ദ ഫോട്ടോൺസ് ക്രിയേറ്റഡ് എ സ്ട്രൈപ്ഡ് പാറ്റേൺ ഓൺ ദ വാൾ ഇൻ ദ ഡാർക്ക് ലാബ്. ദ പാറ്റേൺസ് ഡസ് നോട്ട് ലുക്ക് ലൈക്ക് ദ പാർട്ടിക്കിൾ വുഡ് മേക്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു ആദ്യത്തെ പാർട്ടിക്കിളും ആയിട്ട് ബന്ധമില്ലാത്ത രീതിയിലാണ് അതിൻ്റെ ഒരു ബിഹേവിയർ വന്നത്. സോ ആ ഒരു ലൈറ്റ് തന്നെയാണ് ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്. ആദ്യം ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് എ പാർട്ടിക്കിൾ ആൻഡ് നെക്സ്റ്റ് ഒരു വേവ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ബിഹേവിയർ വന്നു. അവിടെ ക്രിയേറ്റ് ചെയ്ത ഒരു ഇമേജ് എന്ന് പറയുന്നത് ആ ഒരു ലൈറ്റിൻ്റെ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബിഹേവിയർ ആണ്. സോ ഇത് യൂണിവേഴ്സിലുള്ള ഒരു അത്ഭുതം തന്നെയാണ് എന്നുള്ള രീതിയിലാണ് പോയറ്റ് പറയുന്നത്. അടുത്തത് നോക്കാം. For what is sure in a universe that topples away like a siren's midnight cry, they say. ഈ ലൈനിൽ പറയുന്നത് യൂണിവേഴ്സിനെ കുറിച്ചാണ്. യൂണിവേഴ്സ് നമുക്കറിയാം എപ്പോഴും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇവിടെ ഡോപ്ലേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോപ്ലർ എഫക്റ്റാണ്. ഇതൊരു സയൻറ്റിഫിക് കോൺസെപ്റ്റാണ്. അതായത് വേവിൻ്റെ ഫ്രീക്വൻസി മാറിക്കൊണ്ടിരിക്കുന്നത്, അതായത് മൂവ്മെൻറ്റിനനുസരിച്ച്, സ്പീഡിനനുസരിച്ച്. അതായത് ഇപ്പോൾ ഒരു ആംബുലൻസ് നമ്മുടെ മുമ്പിലൂടെ സ്പീഡിൽ പോയിന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സൈറൻ്റെ സൗണ്ട് എന്താണ്, ആംബുലൻസ് നമ്മുടെ തൊട്ടടുത്ത് വരുമ്പോൾ ഭയങ്കര ക്ലോസ് ആയിട്ട് തോന്നും, ഭയങ്കര ഹയർ ആയിട്ട് തോന്നും. അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും ദൂരേക്ക് പോകും തോറും. അപ്പോൾ ഇത് തന്നെയാണ് സ്പേസിലും സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. നക്ഷത്രങ്ങൾ, അതേപോലെ ഗാലക്സി, ഇതെല്ലാം ഈ റൊട്ടേഷൻ റെവല്യൂഷൻ്റെ സമയത്തൊക്കെ നമ്മളോട് അടുക്കും തോറും അതിൻ്റെ ലൈറ്റ് നന്നായി തോന്നും, അകലും തോറും ഡിമ്മായിട്ട് തോന്നും. സോ വെൻ ദ പോയറ്റ് സേസ് ദ യൂണിവേഴ്സ് ഡോപ്ലേഴ്സ്, അപ്പോൾ ഇവിടെ പോയറ്റ് യൂണിവേഴ്സ് ഡോപ്ലേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂണിവേഴ്സും ഓരോ ദിനം കൂടുന്തോറും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ജസ്റ്റ് ലൈക്ക് ദ സൗണ്ട് ദാറ്റ് മൂവ്സ് അവേ. തൊട്ട് മേലെ പറഞ്ഞ അതുപോലെ തന്നെ എപ്പോഴും ഓരോരോ ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഗീവ്സ് അസ് ദ ഫീലിംഗ് ദാറ്റ് എവറിത്തിങ് ഈസ് മൂവിങ്, നത്തിങ് ഈസ് ഫിക്സ്ഡ്. അപ്പോൾ ശരിക്കും എല്ലാ സമയവും മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നിനും ഒരു ഫിക്സേഷൻ ഇല്ല എന്നുള്ള രീതിയിൽ. അൺസർട്ടനിറ്റി, ആ ഒരു വേർഡ്, അനന്തത എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അനിശ്ചിതത്വമാണ്. അതായത് ഒന്നും നിശ്ചയിക്കാൻ പറ്റില്ല, ഇന്നതുപോലെയാണ്, അതുപോലെ ആകണം എന്നില്ല സംഭവിക്കുന്നത്. അതാണ് യൂണിവേഴ്സിൻ്റെ ഒരു പ്രത്യേകത. എ ഫ്ലാഷ് സീൻ ഫ്രം ഓൺ ആൻഡ് ഓഫ് എ ഹർഡ്ലിംഗ് ട്രെയിൻ വിൽ എക്സ്പ്ലെയിൻ വൈ ടൈം ഡയലൈറ്റ്സ് ലൈക്ക് എ പെർഫെക്റ്റ്. അടുത്തായിട്ട് പറയുന്നത് ഇപ്പോൾ ഒരു ഫാസ്റ്റ് മൂവിങ് ട്രെയിൻ, ആ ഒരു ട്രെയിനിൻ്റെ ഉള്ളിൽ നമ്മൾ സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മളൊരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് കാണുകയാണ് പുറത്ത്. ഓക്കെ, അപ്പം പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ആ ഒരു ട്രെയിനിൽ നിന്നും നമ്മൾ ആ ഫ്ലാഷ് ഓഫ് ലൈറ്റ് ഏത് രീതിയിൽ കാണുന്നോ ആ എക്സ്പീരിയൻസ് ആയിരിക്കില്ല, അതായത് ട്രെയിനിലല്ലാതെ താഴെ നിന്ന് ഒരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾക്ക് ഫീൽ ചെയ്യാം. ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ടൈമും. ഓക്കെ, ടൈമും ഓരോരുത്തർക്കും ഓരോ പോലെയാണെന്നാണ് പറയുന്നത്. ചില ആൾക്കാർക്ക് ടൈം സ്ലോ ആയി പോകുന്ന പോലെ തോന്നും, ചില ആൾക്കാർക്ക് ടൈം ഫാസ്റ്റായി പോകുന്ന പോലെ തോന്നും. അതേപോലെ ഓരോരുത്തരുടെ ലൈഫിൽ ഡിഫറെൻറ്റ് സ്റ്റേജിൽ ടൈമിൻ്റെ മൂവ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ചെറിയ ഏജിലാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ടൈം ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ടൈം ഉള്ളതുപോലെ, ടൈം പതുക്കെ പോകുന്ന പോലെ ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക. കുറേയൊക്കെ അവരുടെ ഒരു പാരൻസ്, അവരുടെ ഒരു വർക്ക് ലൈഫിലൊക്കെ ആണെങ്കിൽ ടൈം എന്ന് പറയുന്നത് അവർക്ക് സ്പീഡിൽ പോകുന്ന പോലെ ഒരു ഫീലായിരിക്കും ഉണ്ടാവുക. അതേപോലെ ഓൾഡ് ഏജിലൊക്കെ ആണെങ്കിലും ഈ സെയിം സ്ലോ എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക. അതാണ് ടൈമിൻ്റെ ഒരു പ്രത്യേകത. ടൈം ക്യാൻ ആക്ച്വലി സ്ലോ ഡൗൺ ഓർ സ്ട്രെച്ച് ഔട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ സ്പീഡ് ആൻഡ് ദ മൂവ്മെൻറ്റ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, പോയത്തിലുള്ളതല്ല. അടുത്ത ലൈൻ, ആഫ്റ്റർനൂൺ പ്രെഡിക്ട്സ് ബ്ലാക്ക് ഹോൾസ് വെർ പാരലൽ ലൈൻസ് ഹൂസ് ഡാർക്ക് ഹൊറൈസൺ ഈവൻ സ്റ്റാർലൈറ്റ്. അപ്പോൾ ഈ ലൈനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐൻസ്റ്റീൻസ് തിയറി ലെഡ് ടു ദ ഐഡിയ ഓഫ് ബ്ലാക്ക് ഹോൾസ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി വന്നതിന് ശേഷമൊക്കെയാണ് ഈ ബ്ലാക്ക് ഹോൾ അതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ ആൾക്കാർ ചിന്തിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയത്. അപ്പോൾ ബ്ലാക്ക് ഹോൾസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ബ്ലാക്ക് ഹോൾസ് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്പേസിലെ ഒരു ഏരിയയാണ്. അവിടെ ഗ്രാവിറ്റി സോ സ്ട്രോങ് ആണ്. അവിടെ ഈവൻ എല്ലാം ലൈറ്റിന് വരെ കടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഏരിയയാണ് ബ്ലാക്ക് ഹോൾ. അതിനെ വരെ വലിച്ചെടുക്കുന്ന രീതിയിൽ ലൈറ്റ് ഗെറ്റ്സ് ട്രാപ്ഡ്. എന്ത് അവിടെ ചെന്ന് കഴിഞ്ഞാലും, ഏത് ടൈപ്പ് ഓഫ് മാറ്റർ അവിടെ ചെന്ന് കഴിഞ്ഞാലും അതിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു സ്പേസ്, അതാണ് ബ്ലാക്ക് ഹോളിൻ്റെ ഒരു പ്രത്യേകത. അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു ഏരിയയിൽ പറയുന്നത്. ഇത് യൂണിവേഴ്സിൽ ഇന്ന് ആൾക്കാർക്ക് മനസ്സിലാകാത്ത ഒരു ഏരിയയിൽ പെട്ട ഒന്നാണ്. അതിൻ്റെ എക്സിസ്റ്റൻസ്, എന്തുകൊണ്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നു, അതിന് എന്താണ് യൂണിവേഴ്സിൻ്റെ ബെർത്തുമായിട്ട് റോള്, ഓക്കെ, അങ്ങനത്തെ കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് ഇന്നും ആൾക്കാർക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല, എന്തിനാണ് എന്നുള്ള ആൻസർ അറിയില്ല. ഓക്കെ, നെക്സ്റ്റ് ലൈൻ, ബെൻഡ് ഇൻ ഇറ്റ്സ് ട്രാക്ക് കാൺ റെസിസ്റ്റ് ഇഫ് യു ക്യാൻ തിങ്ക് ദിസ് ഫാർ മൈറ്റ് നോട്ട് ഓർ ഐ അഡ്ജസ്റ്റ് ടു ദ ഡാർക്ക്. അപ്പോൾ ഇവിടെ പറയുന്നത് ബ്ലാക്ക് ഹോളിനെ പറ്റി തന്നെയാണ്. ഈവൻ ലൈറ്റ് ഇറ്റ് സെൽഫ് കനോട്ട് എസ്കേപ്പ് ത്രൂ ബ്ലാക്ക് ഹോൾ. ലൈറ്റിന് വരെ അതിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കില്ല. ഇറ്റ്സ് ബെൻഡ് ആൻഡ് പുൾഡ് ഇൻ, അതായത് അതിന് എത്രമാത്രം ആഴമുണ്ട്, അതിൻ്റെ ഒരു പവർ എത്രമാത്രമാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷെ നമുക്ക് ഓവറോൾ നമുക്ക് ആ ഒരു സ്പേസിനെ പറ്റി ഒരു ജനറലായിട്ട് കുറേ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. ഓക്കെ, ദെൻ മേ ബി വി ആർ ഓൾസോ ഗെറ്റ് യൂസ്ഡ് ടു ദ മിസ്റ്ററീസ് ഓഫ് ലൈഫ് ആൻഡ് യൂണിവേഴ്സ്. അപ്പം ഈ യൂണിവേഴ്സിലുള്ള കുറേ കാര്യങ്ങൾ മിസ്റ്ററീസ് ആയിട്ട് ഇന്നും നിലനിൽക്കുന്നു എന്ന രീതിയിൽ ആണ് ഇവിടെ പറയുന്നത്. അപ്പം എല്ലാത്തിലും ആൻസേഴ്സ് കണ്ടെത്താൻ കഴിയുക എന്നത് നമുക്ക് സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. സോ ഹിയർ ഇൻ ദിസ് പോയം ദ പോയറ്റ് എക്സ്പ്ലോർസ് ടു ദ ഡീപ്പ് ഐഡിയാസ്. അപ്പോൾ യൂണിവേഴ്സിലുള്ള കുറച്ച് ചെറിയ ഐഡിയാസൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. എസ്പെഷ്യലി ലൈറ്റ്, പിന്നെ ടൈം, പിന്നെ ബ്ലാക്ക് ഹോൾസ്. ഓക്കെ,
അപ്പം ഈ അൺആൻസറബിൾ ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസിനോട് നമ്മൾ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യേണ്ടത്, നമ്മൾ തുടക്കത്തിൽ ഒരു ഫസ്റ്റ് 2 ലൈൻസിൽ പറഞ്ഞ ആ ലൈനുമായിട്ട് കമ്പയർ ചെയ്യാണ്. ജസ്റ്റ് ലൈക്ക് അവർ ഐസ് അഡ്ജസ്റ്റ് ദ ഡാർക്ക്. ഒരു ഡാർക്കായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ ഫെമിലിയർ ആയിട്ടുള്ള തിങ്സിന് വേണ്ടി പരതും, എന്നാൽ അവിടെ ഇല്ല എന്ന് കരുതി നമ്മൾ ആ ഡാർക്കിനോട് പൊരുത്തപ്പെട്ടു പോകും. അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ, അതായത് ഇതേപോലെയുള്ള സ്ട്രേഞ്ച് ആൻഡ് വണ്ടർഫുൾ ട്രൂത്ത്സ് ഓഫ് നേച്ചർ, അതിൻ്റെ ഒറിജിൻ, അതിൻ്റെ എൻഡ്, ഇതൊക്കെ എങ്ങനെയാണ് എന്ന് അറിയില്ലെങ്കിലും നമ്മൾ എന്താണ് ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്നത് വെച്ച് നമ്മൾ മുമ്പോട്ടേക്ക് ജീവിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം അത് ശരിക്കും എന്നും നമ്മളിലൊരു ക്യൂരിയസ്, ഓപ്പൺ ടു ഡിസ്കവറി, നമുക്ക് പല കാര്യങ്ങൾ ഇനിയും എന്തെങ്കിലും സീക്ക് ചെയ്യാനൊക്കെയുള്ള ഒരു ത്വര തരുന്നത് ഈ പറയുന്ന സ്ട്രേഞ്ച് മിസ്റ്ററീസ് തന്നെയാണ്. അപ്പോൾ ഇതോടുകൂടിയിട്ട് ഈ പോയം അവസാനിക്കുകയാണ്.